ഹായ് ഗേസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഇന്നലെ ഈവനിങ്ങോടെ കൽപ്പറ്റയിലെത്തി. ഇന്ന് യാത്രയൊന്നുമില്ല, വിഷു ആയതുകൊണ്ട് തന്നെ അങ്കിളും ആൻറ്റിക്കൊപ്പം ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫുൾ ഡേ ഇവിടെ നല്ല പ്ലേസാണ്, നല്ല വ്യൂ ആണ്. നെരിപ്പെണ്ണ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. നല്ല സൂപ്പർ ഉറക്കമാണ് നെരിപ്പെണ്ണ്. യാത്ര ക്ഷീണമാണ്. കിടക്കട്ടെന്ന് വിചാരിച്ചതാണ്, ഞങ്ങൾ വിളിച്ചില്ല. ഉറങ്ങട്ടെ. എൻ്റെ സീറ്റിലോട്ടൊക്കെ വിളിക്കുവാണ്. എല്ലാവരെയും വിഷ് ചെയ്യാൻ വിളിക്കുവാണ്. പിന്നെ ഇനി എല്ലാം സെറ്റാക്കി എടുക്കണം. ഒന്ന് തുടച്ചൊക്കെ എടുക്കണം. മൊത്തം റോഡ് പണിയൊക്കെ ആയിരുന്നല്ലോ ഇടയ്ക്ക്. അപ്പം ഇച്ചിരി അഴുക്കൊക്കെ ആയിട്ടുണ്ട്. എന്തുകൂടെ പായസം ഉണ്ടാക്കാനുള്ള വറുത്ത് വെച്ചേക്കും. പായസം ഉണ്ടാക്കാനല്ലേ? അതാ മഞ്ഞ ഇപ്പോഴും ഉണ്ട് കേട്ടോ ചേട്ടാ. ശരിയാനിക്കുന്ന സമയമാണ്. അതാണ് ഇവിടെ നിറയെ ചെടികളാണ്. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നല്ലാതെ 2 ദിവസം എന്തായാലും തകർത്തിട്ട് പോയാൽ മതി. തണുപ്പ് അങ്ങോട്ട് വിട്ടിട്ടില്ലല്ലേ ഇപ്പോഴും? എല്ലാവരും പറയുന്നത് എല്ലായിടത്തും ഇപ്പം ചൂടാണ്. എല്ലായിടത്തും ചൂടാണ്. ഇവിടെ വന്നിട്ട് എനിക്കാണെങ്കിൽ തണുത്തിട്ട് വരുന്നു. എനിക്ക് വീഡിയോയിൽ കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്ത് മഞ്ഞ് തേണ്ട അവിടെ മഞ്ഞാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടെ ഇപ്പം വെള്ളം ഒഴിക്കേണ്ടത് നല്ല വേണം. ഈ വാട് നിൽക്കുന്ന കട്ടി കളഞ്ഞില്ലെങ്കിലേ. ഇത്രയും ചെടികളില്ലേ, ഇപ്പം ഭയങ്കര പാടായിരിക്കും. ജനലിൽ നിന്നുള്ള വ്യൂ ആണത്. ഇത് ജനലിൻ്റെ വ്യൂ ആണല്ലേ. ഈ ചെടി നല്ല രസമുണ്ട്, ഞാൻ ശ്രദ്ധിച്ചു. അത് കറക്റ്റായിട്ട് ഒരേപോലെ വളർന്നു നിൽക്കുന്നുണ്ടോ ചേട്ടാ? വിഷു സ്പെഷ്യൽ ചെറുപയർ പായസമാണ്. ചെയ്തുകൊണ്ടിരിക്കുവാണ്. പാചകം പൊളിക്കുവാണ്. തകൃതിയായിട്ട് നടക്കുന്നത്. പായസത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കുവാണ്. പല ശർക്കര ഇരുന്ന് തിളയ്ക്കുന്നു. ജസ്റ്റ് പുറത്തോട്ട് നോക്കാം. ഇതാണ് ഇവിടുത്തെ വ്യൂ, കറക്റ്റ് വ്യൂ ഇതാണ്. മൊത്തം ചെടികളാണ്. നല്ലൊരു ഗാർഡൻ സെറ്റപ്പാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വീട് ചുറ്റി നടന്ന് കാണാം. കൊള്ളാലോ. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല കളറുമാണ്. ഇവിടുത്തെ കുഴൽ കിണറാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു വ്യൂ ആണ്. പായസം അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുവാണ്. ഒന്ന് ജസ്റ്റ് പുറത്തോട്ടൊന്ന് ഇറങ്ങാം. കിച്ചൺ സൈഡ് വഴി നിന്ന് പുറത്തോട്ടിറങ്ങി അടിപൊളി വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ്. ഫുള്ള് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമാണ് മൊത്തത്തിൽ. താഴത്തോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട്.
കുത്തനെയുള്ള കയറ്റങ്ങളാണ്. ഇവരുടെ വീടിൻ്റെ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിലും കയറ്റം ഇച്ചിരി റിസ്കി കയറ്റമാണ്. കാരണം റിസ്കി എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയെ വെച്ച് വരുമ്പം ലഗേജും എല്ലാം കൂടി ഉള്ളപ്പോൾ ഇത്രയും ഹെവി റിസ്ക്കാണ് കയറ്റം. കാരണം അത്രയ്ക്ക് കുത്തനെ കിടക്കുന്നതാണ് വളരെ. സുന്ദരിപ്പെണ്ണ് എഴുന്നേറ്റിട്ടുണ്ട്. സുന്ദരിപ്പെണ്ണ് വളരെ ലേറ്റാണ്. അയ്യോ എന്താണ് സുന്ദരിപ്പെണ്ണ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. എന്ത് പറ്റി, ഉറക്കം അങ്ങോട്ട് പോയിട്ടില്ലേ? എന്ത് പറ്റി? ഉറക്കം പോയിട്ടില്ല. പായസമൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുവാണ്, റെഡിയായിരിക്കുവാണ്. ഇനി ഇതും റെഡിയായിട്ടുണ്ട്. വെയിലായി തുടങ്ങിയിട്ടുണ്ട്. മണി 12 മണി കഴിഞ്ഞു. മാനസൊക്കെ കിച്ചണിലാണ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. സുന്ദരിപ്പെണ്ണ് കളി തന്നെയാണ്. സ്റ്റെയറെ കയറി മേളിൽ കയറും, താഴെ ഇറങ്ങും. തേണി കയറിക്കോ, ഞാനും വരാം. പതുക്കെ ഓടല്ലേ. ഇവിടെ മുകളിലൊരു റൂമുണ്ട്. ഇത് അങ്കിളിൻ്റെ റീഡിങ് റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോറുണ്ട്. ഡോർ തുറക്കാൻ കിടന്ന് മുക്കളേ ദിവസം തിരിഞ്ഞ് തുറക്കാൻ പുറത്ത് ഇറങ്ങാം. ഇറങ്ങി സുന്ദരിപ്പെണ്ണ് ഇറങ്ങിക്കോ. വെയിലാണ് എന്നാലും സൂപ്പർ, നല്ല വ്യൂ ആണ് ഇവിടെ. അടുത്ത വീടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ വന്നത് 2019-ലാണ്. പക്ഷെ ഇത്ര ഭംഗിയുണ്ടെന്ന് തോന്നിയില്ല അന്ന്. ഇതിപ്പോൾ പുതിയ ഈ വീട്, അന്നേരം ഈ വീടൊന്നുമില്ല, പുതിയതായിട്ട് വന്നതാണ്. മാവിലൊക്കെ മാങ്ങാൻ നിറച്ച് പിടിച്ച് കിടക്കുവാണ് കേട്ടോ. ടോട്ടൽ അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മളെന്തായാലും ഇവിടെ 2 ദിവസത്തേക്ക് കാണും. 2 അല്ല 3 ദിവസം കംപ്ലീറ്റ് ഞങ്ങൾ ഇവിടെ കാണും. മുരിങ്ങ നിപ്പുണ്ട്. കുഴൽക്കിണറിൻ്റെ കുഴൽക്കിണർ, അവിടെ കുഴൽക്കിണറാണ്. കുഴൽക്കിണർ അടിച്ച് വരുന്ന വെള്ളം ഭയങ്കര ഫോഴ്സിലാണ് വരുന്നത്. ഒരിടത്ത് നിന്നാൽ മതി, മൊത്തം നനയ്ക്കാം. അവിടെ ഫുള്ള് നനയ്ക്കാൻ പറ്റും. പേരക്കൊക്കെ നിൽപ്പുണ്ട്. ആ വീട് ഞങ്ങൾ പണ്ട് വന്നപ്പോൾ അവിടെ ആ വീടില്ലായിരുന്നു. ഞങ്ങൾ 2019 ഞങ്ങൾ വന്നിരുന്നു ഇവിടെ. ഇപ്പം പുതിയതായിട്ട് വന്ന വീടാണ്. ഇതുപോലുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളുമാണ് മൊത്തം ഫുള്ള്. ഉണ്ടോ, വലിയൊരു കയറ്റമാണത്. ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലോഡും വെച്ചിട്ട് വണ്ടിയിലെ മേലോട്ട് കയറാനായിട്ട്. ഫസ്റ്റ് ഗിയർ തന്നെ കയറിപ്പോരുമായിരുന്നു, അല്ല കയറാൻ പറ്റത്തില്ല. അതേ കണക്ക് റിവേഴ്സ് കയറാൻ പറ്റും, കയറുന്ന കണക്ക് തന്നെ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറും ഓടോട്ടിറങ്ങും. ആ വിധമായിരുന്നു. ഷൂ എല്ലാം വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡ്രസ്സും എല്ലാം അലക്കി മാറ്റി. കാരണം 2 ദിവസത്തെ ഡ്രസ്സും മറ്റേ. സുന്ദരിപ്പെണ്ണ് ഡാൻസ് കളിക്കാൻ പോവാണ്. ഒന്ന് ഡാൻസ് കളിച്ച് സുന്ദരിപ്പെണ്ണെ. സുന്ദരിപ്പെണ്ണ് ഡാൻസ് കളിച്ച്. ഒരുപാട് ഇത് പടക്കം കൂട്ടിയിട്ട് തീയിടുന്ന ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിലെ പടക്കം പൊട്ടിയാണ്. ഉത്സവപ്പറമ്പ് കണക്കാണ്. പടക്കം കൂട്ടിയിട്ട് തീയിട്ട് ഇറങ്ങേണ്ടാവുന്നുണ്ട്. അമ്മ ഒരു പടക്കം പൊട്ടിയിട്ടാണ് വിഷു അങ്ങ് ആഘോഷിക്കുകയാണ്. ടൈം ഒരു 6:45. ഇവിടെ നല്ല മഴ കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പം ഇപ്പോഴും ചെറിയ ചാറ്റ മഴ ഉണ്ട്. അവിടെ പടക്കം പൊട്ടിക്കുകയാണ്. വിഷു തകർക്കുമാണ് എല്ലാവരും. അല്ലെങ്കിൽ ദൂരെ വൈദ്യുതി ഇവിടെ നിന്നാൽ കുറേയൊക്കെ കാണാം കേട്ടോ. നല്ല വ്യൂ തന്നെയാണ് ഇവിടെ എപ്പോഴും.
സുന്ദരി ഇങ്ങനെ സുന്ദരി ലേഡി അവിടെ പടക്കം പൊട്ടുന്നു. സുന്ദരി പെണ്ണ് ഇങ്ങനെ കണ്ട കണ്ട ഇപ്പുറത്ത് അടിപൊളി അല്ലേ? മൗണ്ടൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, നല്ല ബ്ലാക്ക് കറക്റ്റ് സുന്ദരി പറഞ്ഞ കണക്കാണ്. ബ്ലാക്ക് കളറിലെ മലയും ആകാശത്തിന് ഓറഞ്ച് കളർ നിൽക്കുവാണ്. രാത്രി ഞാനും സുന്ദരിയും കൂടെ പുറത്തിറങ്ങി. ഇപ്പോൾ ഇവിടെ ടർഫിൽ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് ഫോണൊക്കെ അടിച്ചാണ് നോക്കട്ടെ ഇവിടെ കളി എങ്ങനെയാണ് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കൽപ്പറ്റയിലെ വിഷു ദിവസം ഇങ്ങനെയായിരുന്നു. എല്ലാവർക്കും ഒപ്പം അടിച്ചു പൊളിച്ചു. എങ്കിലും അനിക്കൊപ്പം ആദ്യമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. എല്ലാം എൻജോയ് ചെയ്തു വിഷു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.